മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. പഴം വേണോ പഴം വേണോ പഴം വേണോ പഴം വേണോ പരമപവിത്രമാം ഭാഗവത പഴം. ഭൂതമാകും കൽപ്പവൃക്ഷം തന്നിലുണ്ടായ താമ്പഴം വേദവ്യാസൻ നമുക്കായി നൽകിയ പഴം. നാരായണ 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 രാധാ ഗോവിന്ദ. പഴം വേണോ പഴം വേണോ പഴം വേണോ പഴം വേണോ അമൃതരസം നിറഞ്ഞ മാധുര്യപ്പഴം. തത്വ കൊത്തിയതാം പഴം തത്വമുൾക്കൊള്ളുന്ന പഴം താമരക്കണ്ണനുണ്ണീതൻ കഥയാം പഴം. ജയ് ജയ് നാരായണ 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 രാധാ ഗോവിന്ദ. കഴിക്കുകിൽ വീണ്ടും വീണ്ടും കഴിക്കുവാൻ തോന്നും പഴം. കഴിക്കുമ്പോൾ രുചിയേറും മുഴുത്ത പഴം. ശുകമുനി പരീക്ഷിത്താം രാജനു നൽകിയ പഴം. ശോകങ്ങളെ ഇല്ലാതാക്കും ആനന്ദപ്പഴം. ഹരിഹരി നാരായണ 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 രാധാ ഗോവിന്ദ. കലിമലം നീക്കും പഴം കാരുണ്യത്തേനോറും പഴം. ഭവരോഗം നീക്കിടുന്ന ഔഷധപ്പഴം. നിത്യാനന്ദം നൽകും പഴം ഭക്തിമണമോലും പഴം. കൃഷ്ണപ്രേമം ഹൃദയത്തിൽ നിറയ്ക്കും പഴം. ജയ് ജയ് നാരായണ 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 രാധാ ഗോവിന്ദ. രാധിക കഴിക്കും പഴം രാഗദ്വേഷം നീക്കും പഴം. ഹരിയിൽ ലഹരി ചേർക്കും സൂരയി പഴം. ഭാഗവതമെന്ന പഴം ഭഗവാൻ തന്നെ ഈ പഴം. ഭാഗ്യ
ഭാഗ്യമുള്ളവർക്കു മാത്രം ലഭിക്കും പഴം. ഹരിഹരി നാരായണ 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 രാധാ ഗോവിന്ദ. ഹരിഹരി നാരായണ നാരായണ രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം കൃഷ്ണാവതാരം എന്ന രംഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നവമസ്കന്ധം നവങ്ങളായ പുതുമയുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞതാണ്. പക്ഷേ ആ കഥകളെയൊക്കെ ശ്രീശുബ്രഹ്മർഷി പോലും വളരെ ചുരുക്കി കൃഷ്ണാവതാരത്തിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ഒരു മന്വന്തരത്തിലെ 2 വംശങ്ങളിൽപ്പെട്ട സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും രാജാക്കന്മാരുടെ കഥകൾ വിസ്തരിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ വർഷം വിബുധായുഷാപി എന്നൊക്കെ മറ്റു ചില സന്ദർഭങ്ങളിൽ പറയുന്നത് പോലെ ദേവന്മാരുടെ ആയുസ്സുള്ള ആളുകൾക്ക് പോലും പറഞ്ഞോ കേട്ടോ മതിയാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്തു? ഈ ഭാഗവത തീവണ്ടി ഓടിക്കുന്ന സൂതൻ അല്ലെങ്കിൽ ശ്രീശുബ്രഹ്മർഷി വളരെ വേഗത്തിൽ അത് പറഞ്ഞ് സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ തൽസുത തൽസുത തതത്തത തൽസുത തൽസുത തതത്തത എന്ന് പറയുന്നത് അല്ലേ. തീവണ്ടി ഓടുന്ന ഒരു ശബ്ദം പോലെയാണെന്നാണ് ഭാഗവത ഗുരുനാഥൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പറയാറുള്ളത്. വളരെ വേഗത്തിൽ അവിടേക്ക് എത്തണം. എന്തിനാ? കൃഷ്ണാവതാരത്തിലേക്ക് എത്താൻ വേണ്ടി. ഇവിടെ 13 അധ്യായങ്ങളെ കൊണ്ട് സൂര്യവംശത്തിലെ രാജാക്കന്മാരെ കുറിച്ചും പിന്നീട് 11 അധ്യായങ്ങളെ കൊണ്ട് ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരെ കുറിച്ചും പറഞ്ഞു. വളരെ രസകരമായിട്ടുള്ള കഥകളുണ്ട്. അതിൽ തന്നെ പുരുഷൻ ഗർഭം ധരിച്ചതുണ്ട്, സ്ത്രീ പുരുഷനായതുണ്ട്, പുരുഷൻ വീണ്ടും സ്ത്രീ ആയതുണ്ട്. എന്തൊക്കെ കഥകളാണ് അല്ലേ. ഒരാൾ രാക്ഷസനായി കുറെ കാലം, ഇങ്ങനെ കുറേ കഥകൾ നമുക്ക് പ്രത്യേകിച്ചും സൂര്യവംശത്തിൽ കേൾക്കാൻ സാധിക്കും. അപ്പൊ സൂര്യവംശത്തിൽ വൈവസ്വത മനു, വിവസ്വാൻ എന്ന സൂര്യന്റെ പുത്രനാണ് വൈവസ്വതൻ. അതുകൊണ്ട് വൈവസ്വത മനുവിന്റെ ആ കഥ അല്ലെങ്കിൽ ആ വംശത്തെ കുറിച്ച് അതിൽ സൂര്യവംശവും ചന്ദ്രവംശവും പറയുകയാണ്. അപ്പൊ വൈവസ്വത മനുവിന്റെ പുത്രിയാണ് ഇള. വൈവസ്വതന് മറ്റൊരു പേരുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശ്രാദ്ധദേവൻ എന്നാണ്. വിവസ്വാന്റെ പുത്രനായതുകൊണ്ടാണ് അദ്ദേഹത്തെ വൈവസ്വതൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ ഒരു രീതി ഭാഗവതം ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. പരാശരന്റെ പുത്രനായതുകൊണ്ട് പാരാശര്യൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. കൃഷ്ണന്റെ പുത്രനായതുകൊണ്ട് പ്രദ്യുമ്നൻ കാർഷ്ടിയാണ്, പ്രദ്യുമ്ന പുത്രൻ അനിരുദ്ധൻ പ്രാദ്യുമ്നിയാണ്. രുക്മിണിയുടെ പുത്രനായതുകൊണ്ട് രൗക്മിണയൻ എന്ന് മറ്റൊരു പേര്. ഗാന്ധിനിയുടെ പുത്രനായതുകൊണ്ട് അക്രൂരന് ഗാന്ധിനേയൻ എന്ന പേര് അല്ലേ. ഇങ്ങനെ പറയുന്നൊരു രീതി പണ്ടുണ്ടായിരുന്നു. അപ്പോ ഈ ശ്രാദ്ധദേവന്റെ പത്നിയാണ് ശ്രദ്ധ. നമ്മളൊക്കെ പലവട്ടം കേട്ടിട്ടുള്ള കഥയാണ്. രണ്ടുപേരും കുട്ടികളില്ലാതെ വിഷമിക്കുന്നതിനിടയിൽ അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ കൊണ്ടൊരു ഒരു യജ്ഞം നടത്തിച്ചു. അപ്പോൾ ശ്രാദ്ധദേവൻ പറഞ്ഞു ആൺകുട്ടി വേണം, ശ്രദ്ധ പറഞ്ഞു പെൺകുട്ടി വേണം. അപ്പൊ ലേഡീസ് ഫസ്റ്റ് എന്നുള്ളത് ഇന്ന് മാത്രമല്ല അന്നും ഉണ്ട്. അപ്പൊ മഹർഷിമാര്, ഋഷീശ്വരന്മാര്, ഋത്തുക്കൾ എന്ത് ചെയ്തു? അതിന് ചേർന്ന വഷത്കാരം ജപിച്ചു, പെൺകുട്ടി ഉണ്ടായി. രാജാവിന് വലിയ വിഷമായി. രാജാവ് പറഞ്ഞു വലിയ കഷ്ടമായിപ്പോയി. അപ്പൊ പറഞ്ഞു അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, അങ്ങക്ക് ഇനി പുരുഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ ഞങ്ങൾ വേണമെങ്കിൽ പുരുഷനാക്കി തരാം എന്ന് പറഞ്ഞു വസിഷ്ഠൻ. എന്റെ മന്ത്രത്തിന് ശക്തി കുറവുണ്ടോന്നല്ല അങ്ങക്ക് സംശയം. ഇപ്പൊ ഈ പെൺകുട്ടിയെ ഞാൻ പുരുഷനാക്കി തന്നാൽ അങ്ങക്ക് മനസ്സിലാവൂ എന്റെ മന്ത്രത്തിന് ശക്തിയും എന്റെ കർമ്മങ്ങൾക്ക് ശുദ്ധിയും ഉണ്ടെന്ന്. ഇത് വേണമെങ്കിൽ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് ആ ഇള എന്ന പെൺകുട്ടിയെ മടിയിലിരുത്തി മന്ത്രം ജപിച്ചപ്പോ ആ പെൺകുട്ടി ഇളനായി മാറി. വേറൊരു പേരും കൂടി കൊടുത്തു, സുദ്യുമ്നൻ എന്നൊരു പേര്. വിധിയെ ആർക്കെങ്കിലും തീർക്കാൻ പറ്റുമോ? യൗവനകാലം വരെ സുദ്യുമ്നായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോ വീണ്ടും ഇളയായി. അപ്പോ പരീക്ഷിച്ച് ചോദിച്ചു ഇതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പുരുഷന്മാരാരും അങ്ങോട്ട് കടക്കാറില്ല, ഇളാവൃതത്തിലാണ് ആ സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് പുരുഷനാണെങ്കിലും സ്ത്രീയായി മാറും. അപ്പൊ അവിടെ ഒരു ബോർഡ് വെച്ചാൽ മതി അല്ലേ, പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലാന്ന്. ഇന്നത്തെ കാലത്താണെങ്കിൽ ബോർഡ് വെച്ചാലാണ് കുഴപ്പം, അല്ലെങ്കിൽ ആർക്കും അങ്ങോട്ട് പോകണ്ട, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞ് കേട്ടതോടുകൂടി ഒരുവിധപ്പെട്ട ആളുകളൊക്കെ
അവിടുന്ന് കാടും മലയും ഒക്കെ താണ്ടി ഞങ്ങൾ എന്തായാലും പോയിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇപ്പൊ പോയതിനു ശേഷം ഇരിപ്പ് തന്നെയാണെന്നാ പറയണത് എല്ലാവർക്കും. അപ്പോ പോവരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത്, എത്രയോ അമ്പലങ്ങൾ വേറെ ഉണ്ട് അല്ലേ? പക്ഷെ അവിടേക്കൊന്നും പോണ്ട. ഒരു തിരി പോലും കത്തിക്കാത്ത അമ്പലങ്ങളുണ്ട്. അവിടെ പോയി ഒരു തിരി കത്തിച്ചാൽ അതിൻ്റെയെങ്കിലും പ്രകാശം കൊണ്ട് ജീവിതം പ്രകാശപൂർണമാവും. അത് ചെയ്യാതെ ഇത്തരം താന്തോന്നിത്തരങ്ങൾ ചെയ്യുന്ന ആളുകള്, പാവം സുദ്യുമ്നൻ അങ്ങനെയൊന്നുമില്ല, അറിയാണ്ട് അവിടെ പോയി. കൂട്ടുകാരുണ്ടായിരുന്നു, കുതിരപ്പുറത്താണ് പോയത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടുകാരികളായി മാറി, കുതിരകളൊക്കെ ബെടവകളായി മാറി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അദ്ദേഹം കാട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ്. അദ്ദേഹമല്ല അദ്ദേഹി എന്നാണോ എന്താ പറയേണ്ടത് ഇഷ്ടമില്ല അല്ലേ? അദ്ദേഹത്തിന് സ്ത്രീലിംഗം ഇല്ല. ഏതായാലും അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുന്ദരനെ കണ്ടു. രണ്ടുപേർക്കും ഇഷ്ടമായി, വിവാഹം കഴിച്ചു. ഈ സുന്ദരന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യം പെണ്ണായിരുന്നു എന്നും വീണ്ടും ആണായതാണ്, വീണ്ടും പെണ്ണായതാണെന്നൊക്കെ. ഏതായാലും സുന്ദരന്റെ പേരാണ് ബുധൻ. ചന്ദ്രന്റെ മകനാണ് ബുധൻ. ചന്ദ്രന് താരയിലുണ്ടായ പുത്രനാണ്. ആ കഥ ഇനി എപ്പോഴാ പറയാ? ചന്ദ്രവംശം പറയുമ്പോഴാണ് പറയാ. പക്ഷെ ബുധന്റെ കഥ ഇപ്പൊ പറഞ്ഞു. കാരണം സൂര്യവംശത്തിലെ ഈ സുദ്യുമ്നൻ ഇളയായി മാറിയപ്പോൾ ഇളയെ വിവാഹം ചെയ്തതുകൊണ്ട് അവർക്കുണ്ടായ പുത്രനാണ് ഐളൻ എന്നറിയപ്പെടുന്നത്. ഐള ഗീത എന്നുള്ള രീതിയിൽ ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശമൊക്കെ കാണാം. ഐളൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ ചിലപ്പോൾ മനസ്സിലാവില്ല. പുരൂരവസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഉർവശിയുടെ പാട്ടും പാടി നടന്ന ആദ്യത്തെ ആളാണ് ഈ പുരൂരവസ്. ഉർവശി എന്ന് പാട്ടുപാടി നടന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഇദ്ദേഹം ഈ പുരൂരവസ് ഉണ്ടായി. അതിനിടയിൽ വസിഷ്ഠൻ ഒരു ദിവസം കാട്ടിലേക്ക് വന്നു. ഈ പെൺകുട്ടി ഇപ്പൊ അമ്മയായിട്ടാണ് ഇരിക്കണത്. അപ്പൊ പറഞ്ഞു എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വസിഷ്ഠനോട് ചോദിച്ചപ്പോ പറഞ്ഞു മഹാദേവനെ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം. പണ്ട് മഹാദേവനും പാർവതീദേവിയും ആ ശൃംഗാരലീലകൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ മഹർഷിമാർ അവിടേക്ക് കടന്നു വന്നു. അതേ തുടർന്നാണ് പാർവതിയുടെ സന്തോഷത്തിന് വേണ്ടി മഹാദേവൻ ഇനി ഇവിടെ ആര് വന്നാലും അവരൊക്കെ സ്ത്രീയാവട്ടെ എന്ന് ഒരു ശാപം ഉണ്ടായത്. അപ്പൊ പിന്നെ മഹാദേവനോട് തന്നെ ചോദിക്കുക. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ ചോദിച്ചു എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിനെ ഒന്ന് പുരുഷനാക്കി തരുമോ? അപ്പോഴാണ് ബുധന്റെ കാര്യമാണ് കഷ്ടം അല്ലെ? വിവാഹം കഴിഞ്ഞു, ഭാര്യ ഭർത്താവായി മാറിക്കഴിഞ്ഞാൽ എന്താവും? ഒരു കുട്ടിക്ക് രണ്ടച്ഛൻ, അമ്മയില്ല. അപ്പൊ ബുധൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കണു. ഏതായാലും മഹാദേവൻ പറഞ്ഞു അങ്ങനെ പൂർണ്ണമായിട്ട് പുരുഷനാക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു മാസം പുരുഷനാക്കാം, പിന്നത്തെ മാസം സ്ത്രീയാവും. അങ്ങനെയാണെങ്കിൽ സമ്മതാണോ എന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു അല്ലെ? മിണ്ടാത്തതിനേക്കാളും നല്ലതാണ് കൊഞ്ഞപ്പ് എന്ന് പറഞ്ഞതുപോലെ ഒരു മാസമെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിങ്ങമാസത്തിൽ പുരുഷൻ, കന്നിമാസത്തിൽ സ്ത്രീ, തുലാമാസത്തിൽ വീണ്ടും പുരുഷൻ, വൃശ്ചികത്തിൽ സ്ത്രീ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പുരുഷനായി കഴിഞ്ഞാൽ രാജകുമാരനായി നാട്ടിൽ പോയി ഭരണം നടത്തും. അത് കഴിഞ്ഞ് സ്ത്രീ ആയിക്കഴിഞ്ഞാലോ കാട്ടിൽ വന്ന് ഭാര്യയായിട്ട് ജീവിക്കും. ഭാര്യ പുരുഷനായി മാറിക്കഴിഞ്ഞാൽ ബുധൻ എന്താ ജോലി? കുട്ടിയെ നോക്കലാണ് ജോലി. ഈ ബേബി സിറ്റിംഗ് ആദ്യം തുടങ്ങിയ ആളാണ് ബുധൻ. അപ്പോ ഇങ്ങനെ അപ്പൊ ബുധൻ കുട്ടിയെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. ഇദ്ദേഹം പോയി നാട്ടിൽ പോയി ഭരണമൊക്കെ നടത്തും. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ പറഞ്ഞു നമ്മുടെ രാജകുമാരൻ ആണും പെണ്ണും കെട്ടവനാണ് എന്ന് പറയാൻ തുടങ്ങി. ഒരു മാസം ആണാണ്, അടുത്ത മാസം പെണ്ണാണ്, വീണ്ടും ആണ്, പിന്നെ പെണ്ണ്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരാളായത് കൊണ്ട് അദ്ദേഹത്തിനോട് ബഹുമാനമില്ലാതെയായി. പ്രജകൾക്ക് ബഹുമാനമില്ലെങ്കിൽ പിന്നെ രാജകുമാരന് ഒരു സന്തോഷമില്ല അല്ലേ? അപ്പൊ രാജകുമാരൻ എന്ത് ചെയ്തു? പുരൂരവസിനെ രാജ്യഭാരം ഏൽപ്പിച്ച് അദ്ദേഹം ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടി. ഈ ഒരു രീതി നമുക്ക് രണ്ട് വംശങ്ങളിലും പലപ്പോഴും കാണാൻ സാധിക്കും. ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടുക, വിരക്തി വരിക. ഒരു സമയമായി കഴിഞ്ഞാൽ സൂര്യവംശവും ചന്ദ്രവംശമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ വംശത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് എത്രയായാലും വിരക്തി വരില്ല അല്ലെ? പറയുമ്പോഴൊക്കെ വിരക്തിയൊക്കെ പറയുമെങ്കിലും വിരക്തി വരുന്നില്ല. ജീവിതം മടുത്തു എന്ന് പറഞ്ഞാലും മടുക്കണില്ല. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നിന്നൊക്കെ മഹാദേവന്റെ അടുത്ത് പോയി പാട്ടുപാടിയോണ്ട് കാര്യമില്ല. മഹാദേവൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവും അല്ലേ? അങ്ങനെയൊക്കെയാണ്. ഏതായാലും പുരൂരവസിനെ രാജ്യഭാരം ഏൽപ്പിച്ച് അദ്ദേഹം പോയി. ശ്രാദ്ധദേവൻ വീണ്ടും തപസ് ചെയ്തു. ഇനി ഇത്തവണ അപകടം പറ്റണ്ട, ഭഗവാനോട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഈ ആളുകളൊക്കെ ഉണ്ടെങ്കിലാണല്ലോ കുഴപ്പം. അവര് ആട് വേണം പെണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. 10 ഉണ്ണികളെ കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞു. ഒന്ന് വേണ്ട, ഇനിയിപ്പോ ഒന്നിങ്ങനെ ആണും പെണ്ണും ഒക്കെ അല്ലാണ്ട് പോയി കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇക്ഷ്വാകു, നൃഗൻ, ശരിയാദി, ദിഷ്ടൻ, ധൃഷ്ടൻ, ഗരൂഷകൻ, നരിഷ്യന്തൻ തുടങ്ങിയ 10 പുത്രന്മാരുണ്ടായി അദ്ദേഹത്തിന് എന്ന് പറയുന്നു. ആ കഥ പറയുമ്പോഴാണ് വൈശ്രവണന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞത്. അതിൽ ശരിയാദി മഹാരാജാവിന്റെ കഥ സുകന്യ എന്ന പെൺകുട്ടിയുടെ കഥയുമായി ചേർത്ത് പാടുമ്പോ
വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പാതിവൃത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ് സുകന്യ. താൻ ആദ്യം ചെയ്ത ഒരു തെറ്റിന് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്ത ആളാണ് സുകന്യ. ഒരിക്കൽ അച്ഛൻ്റെ കൂടെ കാട്ടിൽ പോയി അവിടെ വെച്ച് ച്യവന മഹർഷിയുടെ ആശ്രമത്തിൽ കടന്ന് ചിതൽപുറ്റിനിടയിൽ കണ്ട എന്തോ ഒന്ന് മിന്നുന്നത് കണ്ടപ്പോൾ ഖദ്യോതമിവ, അവിടെ അത് എന്തോ മിന്നാമിനുങ്ങാണെന്ന് കരുതി അതിനെ കുത്തി നോക്കി. ച്യവന മഹർഷിയുടെ കണ്ണായിരുന്നു അത്. രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ക്രോധാകുലനായി ശപിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അച്ഛനോടുകൂടി സുകന്യ വന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. അപ്പോൾ പറഞ്ഞു, എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു, എൻ്റെ കണ്ണായിട്ട് ഇവിടെ കഴിയണം, എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ശരിയാതി നിവൃത്തിയില്ലാതെ തൻ്റെ മകളെ ച്യവനന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിതീവ്രമായ ഭക്തിയോടുകൂടി ആ സുകന്യ അങ്ങനെ കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അശ്വിനി ദേവന്മാര്, നാസത്യന്മാർ എന്നറിയപ്പെടുന്ന അവർ വന്നു. അവരോട് ച്യവനം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ ശരീരമൊക്കെ ഒന്ന് നേരെയാക്കി തരുമോ, എൻ്റെ കാഴ്ചശക്തി ഒന്ന് തിരിച്ചു തരുമോ, നിങ്ങൾ ദേവവൈദ്യന്മാരല്ലേ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലേ, ചികിത്സ കഴിഞ്ഞാൽ എന്തെങ്കിലും ഫീസ് കൊടുക്കണം, അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ യജ്ഞങ്ങളിലൊന്നും യജ്ഞത്തിൻ്റെ ഭാഗം ഞങ്ങൾക്ക് കിട്ടണില്ല, സോമരസമൊന്നും ഞങ്ങളോട് കഴിക്കാൻ പാടില്ല എന്നാണ് ദേവേന്ദ്രൻ പറഞ്ഞത്. അതിന് വല്ല വഴി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ച്യവനം പറഞ്ഞു, എൻ്റെ കണ്ണൊന്ന് നേരെയാക്കി തന്നാൽ എല്ലാം ഞാൻ വേണ്ട പോലെ ആക്കി തരാം. എന്നാൽ ശരി വരുമെന്നും പറഞ്ഞ് രണ്ടുപേരും കയ്യും പിടിച്ച് ച്യവന മഹർഷിയെ സിദ്ധജലം നിറച്ച ഒരു കുളത്തിൽ ഇറക്കി. 3 പേരും മുങ്ങി, 3 പേരും പൊങ്ങിയിട്ട് സുകന്യയോട് ചോദിച്ചു, ആരാണ് നിന്റെ ഭർത്താവ്? സുകന്യയ്ക്ക് എന്താ ചെയ്യേണ്ടത് ഇഷ്ടമില്ല. ആ അശ്വിനി ദേവന്മാരെ തന്നെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ സുകന്യയ്ക്ക് ഒരു ഉപായം മനസ്സിൽ തോന്നി. എന്താ അത്? നിർനിമേഷന്മാരാണ് ദേവന്മാര്, അവരുടെ കണ്ണടയില്ല, കണ്ണടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തൻ്റെ ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ സുകന്യയുടെ പാതിവൃത്യം കൊണ്ട് ച്യവന മഹർഷിക്ക് യൗവനം തിരിച്ചു കിട്ടി. ച്യവന മഹർഷി പിന്നീട് ശര്യാദി മഹാരാജാവിനോട് കൂടി വന്ന് കൊട്ടാരത്തിലെത്തി ഗംഭീരമായി യജ്ഞം നടത്തി അശ്വിനി ദേവന്മാർക്ക് യജ്ഞഭാഗം കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. പിന്നെ രേവതിയുടെ കഥയൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയത് ഖഗുഗ്നി എന്ന രാജാവ് തൻ്റെ മകൾക്ക് ഭർത്താവ് ആര് വേണം എന്നാലോചിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പാട്ട് കച്ചേരി നടക്കുകയാണ്. അത്രേ 2 ഗന്ധർവന്മാരാണ് പാട്ട് പാടുന്നത്. ഒരു ഗന്ധർവൻ പാടിയാൽ തന്നെ എന്ത് രസമായിരിക്കും, 2 പേര് പാടുന്നു. പാട്ട് കേട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. പക്ഷേ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയിൽ 27 ചതുർയുഗം കഴിഞ്ഞു. 28ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗമായി. ബ്രഹ്മാവ് പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുണ്ട്, ഭഗവാന്റെ ഏട്ടനായി ശങ്കരഷണമൂർത്തി അവതരിച്ചിട്ടുണ്ട്. ആ അനന്തന്, ആ മരരത്നത്തിന് അങ്ങയുടെ പുത്രിയായ ഈ കന്യാരത്നത്തെ സമർപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് തൻ്റെ പുത്രിയെയും അവൾക്ക് സ്വന്തമായിട്ടുള്ള സമുദ്രത്തിന്റെ മധ്യത്തിൽ കുശസ്ഥലി എന്നുള്ളൊരു ദ്വീപിലെ ആനർത്തം എന്ന രാജ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ദ്വീപും ആർക്ക് കൊടുത്തു? ബലരാമസ്വാമിക്ക് കൊടുത്തു. ആ ദ്വീപിലാണ് പിന്നീട് ഭഗവാൻ ദ്വാരക നിർമ്മിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഏട്ടന് സ്ത്രീധനം കിട്ടിയ സ്ഥലത്താണ് അനിയൻ വീട് വെച്ചത് എന്ന് ചുരുക്കം. അപ്പോ അങ്ങനെയുള്ളൊരു കഥ. പക്ഷേ ഈ ബലരാമസ്വാമി നോക്കുമ്പോൾ രേവതിക്ക് കാലത്തിന്റെ വ്യത്യാസം കൊണ്ട് നല്ല പൊക്കമുണ്ട് അത്രയും. അപ്പൊ അതൊരു രസമില്ല അല്ലേ? ഭാര്യയ്ക്ക് കുറച്ച് പൊക്കം കുറഞ്ഞിരിക്കണതാണ് നവോത്ഥാനത്തിന്റെ കാലത്തും ആളുകൾക്ക് ഇഷ്ടം. ഭർത്താവിന് ഉയരക്കുറവ് പറഞ്ഞ് അത്ര പോരാന്നാണ്. അപ്പൊ ഏതായാലും എന്ത് ചെയ്തു? ബലരാമസ്വാമി തന്റെ കലപ്പ കൊണ്ട് രേവതിയെ പിടിച്ചൊന്നിങ്ങോട്ട് താഴ്ത്തി. അപ്പൊ പാകത്തിനായി. അങ്ങനത്തെ ഒരു കലപ്പ കിട്ടിയാൽ നന്നായിരുന്നു അല്ലേ? കുറച്ച് കാശ് ചെലവ് ചെയ്താലും കുഴപ്പമില്ല. ചില ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ട്. നിവൃത്തിയില്ല, അത് ബലരാമസ്വാമിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോ ഏതായാലും ആ രേവതിയെ വിവാഹം ചെയ്ത രംഗം വർണ്ണിച്ചു. പിന്നെ അംബരീഷന്റെ കഥ നേരത്തെ സ്വാമിജി പറഞ്ഞു. ഭക്തിയുടെ മുമ്പിൽ ഭഗവാൻ എല്ലാം മറക്കും എന്നുള്ളതാണ്. അല്ലാതെ ശക്തി കൊണ്ട് അഹങ്കരിച്ചാൽ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല. ആലോചിച്ചു നോക്കൂ, ശൈവാംശമുള്ള തപശക്തിയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പോലും ഗുരുസ്ഥാനീയനാണ് ദുർവാസസ്. പക്ഷെ ചെയ്തത് എന്താ? ഭക്തദ്രോഹമാണ് ചെയ്തത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്. ഭക്തദ്രോഹം ചെയ്തപ്പോൾ എന്തുണ്ടായി? കാലചക്രം. ഭക്തദ്രോഹം ചെയ്യുന്നവനെ കാലചക്രം പിന്നാലെ ചെന്ന് നശിപ്പിക്കാൻ നോക്കും. പിന്നെ എന്താ വഴി? ഭഗവാന്റെ നാമം ജപിച്ച് ഓടുക. അങ്ങനെ ഓടി ഓടി വൈകുണ്ഠത്തിലെത്തിയിട്ട് പോലും രക്ഷയുണ്ടായില്ല.
ഭഗവാൻ പക്ഷെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ആ നാഭാഗതനയന്റെ കാക്കൽ വീണോളൂ, അങ്ങക്ക് ശാന്തി ഉണ്ടാവുന്നു. അപ്പൊ ഭക്തന്റെ കാക്കൽ വീണാലാണ് ഏത് ശക്തനും ശാന്തി ലഭിക്കുള്ളൂ എന്ന് കാണിക്കുകയാണ്. അപ്പൊ കാലചക്രത്തിനോട് ഭക്തൻ എന്താ പറഞ്ഞത്? കാലചക്രത്തിനോട്, സുദർശനത്തിനോട് പറഞ്ഞു, എൻ്റെ ആ മുമ്പിൽ ദാ വന്നു നിൽക്കുന്ന ഇദ്ദേഹത്തെ അങ്ങ് വിട്ടുകളയണം, അങ്ങനെ ശക്തിയൊക്കെ ഒന്ന് ഉപസംഹരിക്കണം. കൂട്ടാക്കിയില്ല ചക്രം. അപ്പൊ പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവർത്തികൾ ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കാലചക്രം പിന്മാറട്ടെ എന്ന് പറഞ്ഞതോടുകൂടി സുദർശനം അവിടുന്ന് പിന്മാറി എന്നാണ്. അപ്പോ ഭക്തന്റെ മുമ്പിൽ കാലചക്രം പോലും, ഭക്തിയുടെ മുമ്പിൽ കാലചക്രം പോലും തോൽക്കണു എന്നാണ് ഭഗവാൻ പറയുന്നത് പോലെ. അഹം ഭക്തപരാധീന ഹ്യസ്വതന്ത്ര എന്നാണ്. ഭഗവാൻ ഭക്തപരാധീനനാണ്, ഭഗവാൻ ഭക്തഭക്തിമാനാണ് എന്നുള്ള രംഗം അവിടെ സൂചിപ്പിച്ചു. പിന്നീടാണ് യുവനാശ്വന്റെ കഥ. അതേപോലെ ശശാദൻ എന്ന വികുക്ഷി എന്നൊരു രാജാവിനെയാണ് ശശാദൻ എന്ന് വിളിച്ചത്. കാരണം എന്താ? അദ്ദേഹം ശ്രാദ്ധത്തിന് കൊണ്ടുവന്ന മൃഗങ്ങളുടെ മാംസത്തിൽ നിന്ന് ഒരു മൃഗത്തെ എടുത്ത് പൊരിച്ചു തിന്നു പോരണ വഴിക്ക്, വിശന്നപ്പോഴേ. അപ്പൊ അത് കാരണം അദ്ദേഹത്തെ എല്ലാവരും ശശത്തെ തിന്നവൻ, മുയലിനെ തിന്നവൻ എന്ന അർത്ഥത്തിൽ ശശാദൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ആളുകൾക്കൊക്കെ പല പല പേരുകൾ ഇടേണ്ടി വരും ഇപ്പോഴത്തെ കാലത്ത്, അല്ലേ? പണ്ടൊക്കെ വർമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ വർമ്മ തിന്നണ ആളുകളെ എന്താ വിളിക്കേണ്ടത് ഇഷ്ടമില്ല. അവിടെ ഇവിടെയൊക്കെ കാണാം വർമ്മ, അല്ലേ? പണ്ടൊക്കെ മന്തി എന്ന് പറഞ്ഞ ഏറ്റവും മോശമുള്ള പെൺകുട്ടികളെ വിളിച്ചേർന്നത് അവളൊരു മന്തിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പലതരത്തിലുള്ള മന്തി ഉണ്ട്. കാലപുരിയിലേക്ക് നേരെ പോവാൻ പറ്റിയ യമൻ മന്തി വരെ ഉണ്ട്. അങ്ങനെ പല മന്തികളും നമ്മൾ കാണാം. അപ്പൊ ഇങ്ങനെ തിന്നുന്നതിനനുസരിച്ചാണ് പേരിടണമെങ്കിൽ, അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ മന്ദൻ എന്ന് പേരിടേണ്ടി വരും, അല്ലെ? മന്തി എന്ന് പേരിടേണ്ടി വരും. ശശാദൻ, കുക്കുടൻ, കാളൻ, പോത്തൻ എന്നൊക്കെ പേരിടേണ്ടി വരും. ഏതായാലും അദ്ദേഹത്തിനെ രാജ്യഭ്രഷ്ടനാക്കി പറഞ്ഞയച്ചു എന്നാണ്. ഈ വികുക്ഷിയുടെ വംശത്തിൽപ്പെട്ട ഒരു രാജാവിന്റെ പേരാണ് പുരഞ്ജയൻ. അദ്ദേഹം അസുരന്മാരെ തോൽപ്പിച്ചു ദേവന്മാർക്ക് വേണ്ടിയിട്ട്. ദേവേന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, യുദ്ധമൊക്കെ ചെയ്യാം, പക്ഷേ അങ്ങ് തന്നെ എൻ്റെ വാഹനമായിട്ട് വരണം. ദേവേന്ദ്രൻ ചോദിച്ചു, ഞാൻ ഏത് വാഹനമാവേണ്ടത്? ഞാൻ വല്ല കുതിരയാവണോ? അങ്ങ് കാളയായാൽ മതി. എനിക്ക് മഹാദേവൻ ഇങ്ങനെ പോണ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ ആവാൻ വേണ്ടി കാളപ്പുറത്ത് പോകാൻ മോഹമുണ്ട്. എന്നാൽ ശരി പറഞ്ഞു. അങ്ങനെയാണ് ദേവേന്ദ്രൻ കാളയായി മാറിയത്. ഇദ്ദേഹത്തിന് ഇന്ദ്രവാഹൻ എന്നൊരു പേര് കിട്ടി അതുകൊണ്ട്. പിന്നെ കാളയുടെ ആ പൂഞ്ഞക്കെട്ടിലിരുന്ന കകുത്തിലിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കകുൽസ്ഥൻ എന്ന് വിളിച്ചു. ഈ വംശത്തിൽ മറ്റൊരു രാജാവിന്റെ പേരാണ് യുവനാശ്വൻ എന്ന രാജാവ്. അദ്ദേഹം അതെ അനപത്യതാ ദുഃഖം അനുഭവിച്ചേർന്നു. ഭാഗവതത്തിൽ നമുക്ക് പലയിടത്തും കാണാം കുട്ടികളില്ലാത്ത ആളുകളുണ്ട്, എത്രയോ കുട്ടികളുള്ള ആളുകളുണ്ട്, അല്ലേ? ഇനി അടുത്ത് പറയാൻ പോണ സൗഭരിക്ക് 50 ഭാര്യമാരിൽ 100 വീതം കുട്ടികൾ എന്നാണ്, 5000 കുട്ടികൾ ഉണ്ടായിരുന്നാണ്. ആലോചിച്ച് നോക്കൂ, ഭഗവാൻ പോലും ഒരു ഭാര്യയിൽ 10 കുട്ടികളും ഒരു പെൺകുട്ടിയും ഒക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല, ഓരോരുത്തരിലും 100 വീതം പുത്രന്മാര്. അപ്പോ ഈ യുവനാശ്വന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കാട്ടിലേക്ക് ഭാര്യമാരോടൊക്കെ കൂടി പോയി. അവിടെ ചെന്നു. ഒരു ദിവസം രാത്രി വല്ലാതെ ദാഹിച്ചപ്പോ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. പിറ്റേ ദിവസം മഹർഷിമാരെ ഋത്തുക്കളൊക്കെ ചോദിച്ചു, ഇവിടെ വെച്ചിരുന്ന വെള്ളം ആരാണ് കുടിച്ചത്? രാജാവ് പറഞ്ഞു, ഞാനാണ് കുടിച്ചത്. അവര് പറഞ്ഞു, അഹോ ദൈവബലം ബലം, ഈശ്വരന്റെ ബലത്തെ, ഈശ്വരന്റെ സങ്കല്പത്തെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. രാജാവ് ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, അങ്ങ് എന്തിനാ അവിടെ വന്നത്? എനിക്ക് പുത്രഭാഗ്യം വേണം. ഇതാ അങ്ങക്ക് പുത്രഭാഗ്യം ഉണ്ടാവാൻ പോകുന്നു. യുവനാശൻ ചോദിച്ചു, ഏത് ഭാര്യയാണ് ഗർഭം ധരിച്ചേക്കണത്? അങ്ങയുടെ ഭാര്യമാരാരും ഗർഭം ധരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ എനിക്ക് പുത്രൻ ഉണ്ടാവുക? അങ്ങക്ക് പുത്രൻ ഉണ്ടാവാൻ പോണു. മനസ്സിലായില്ല, അങ്ങ് ഗർഭിണിയാണ്. അങ്ങനെ പറയാൻ പാടില്ല, അല്ലേ? ഗർഭിണി എന്ന് പറഞ്ഞ സ്ത്രീലിംഗല്ലേ, ഗർഭണൻ എന്ന് പറയണമെന്ന് ഇഷ്ടമില്ല. അങ്ങനെ ആ യുവനാശ്വൻ ഗർഭം ധരിച്ചു. 10 മാസം കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എങ്ങനെ കുട്ടിയെ പുറത്തേക്ക് എടുക്കുക? അന്ന് വരെ പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് ആദ്യമായിട്ട് കീറ് തുടങ്ങിയത്. അങ്ങനെ വലത്തെ തുടയുടെ മുകൾ ഭാഗത്തായിട്ട് കീറി കുട്ടിയെ പുറത്തെടുത്തു. കുട്ടി കരയാൻ തുടങ്ങി. ഏതായാലും ആ വയറൊക്കെ തുന്നിക്കെട്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല. ശ്രീനിവാസ അനുകമ്പയ. പക്ഷെ വേറെ കുഴപ്പം എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് കൊടുക്കാൻ പാലില്ല, അല്ലേ? ഇന്നത്തെ കാലത്താണെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കായിരുന്നു, അന്ന് ആ ഏർപ്പാടില്ല. അപ്പോഴാണ് ദേവേന്ദ്രൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ വേഗം അടുത്ത് ചെന്ന മാന്ധാത, കരയണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ വായിലേക്ക് വിരൽ വെച്ചു കൊടുത്തു.
അപ്പൊ ഈ അമൃതസ്പർശമുള്ള വിരലായതുകൊണ്ട് ഉണ്ണി അതങ്ങനെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പോ വേറെ പേരിടണ്ടാന്ന് തീരുമാനിച്ചു. മാന്ധാത എന്ന് തന്നെ പേരിട്ടു. എന്നാലും പോരാ, രാജാവിന്റെ പേരൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കേമത്തം വേണമെന്ന് വിചാരിച്ച് ത്രസദസ്യു എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ടു. ആരും ഇത് വിളിക്കാറില്ല അല്ലേ? നല്ല പേരിട്ടിട്ടും കാര്യമില്ല, വിളിക്കണത് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. നമ്മൾ അജാമിള മോക്ഷത്തിലൊക്കെ അത് കേട്ടതാണ്. അദ്ദേഹം നല്ല പേരിട്ടു, നല്ലത് വിളിച്ചു, അതുകൊണ്ടാണ് കുഴപ്പമില്ലാണ്ട് പോയത്. നമ്മളൊക്കെ നല്ല പേരിടും, പക്ഷെ വിളിക്കാറാകുമ്പോഴേക്കും നമ്മള് ലോപിച്ച് സ്നേഹിച്ച് അതൊക്കെ ഇല്ലാണ്ടാക്കും. അങ്ങനെ കൃഷ്ണൻ കിച്ചുവാവും, അച്യുതൻ അച്ചുവാവും, പത്മനാഭൻ പപ്പുവാവും അല്ലെ? ഇങ്ങനെ വേണ്ടതൊക്കെ വേണ്ടാത്തതുപോലെയാവും. കല്യാണി മംഗളസ്വരൂപിണിയാണ്, പക്ഷെ പേര് വിളിക്കണത് കല്ലു എന്നാണ് വിളിക്കണത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ കല്ലിൽ കല്യാണിയെ കാണുന്ന സംസ്കാരമാണ് നമ്മുടെ. പക്ഷെ മാറി മാറിപ്പോ എന്തായി? കല്യാണിയിലെ കല്ലിനെ കാണുന്ന സംസ്കാരമായി. ഏതായാലും ഈ മാന്ധാത മഹാചക്രവർത്തിയായി മാറി എന്ന് പറയുന്നു. അദ്ദേഹത്തിനാണ് പുരുകുൽസൻ, അംബരീഷൻ, മുചുകുന്ദൻ എന്നിങ്ങനെ 3 പുത്രന്മാര്. മുചുകുന്ദന്റെ കഥ നമ്മൾ നാളെയാണ് കേൾക്കുക. ആ 3 പുത്രന്മാരെ കൂടാതെ 50 പുത്രിമാരുണ്ടായിരുന്നു. ഇവരെയൊക്കെ വിവാഹം ചെയ്തത് സൗഭരി എന്ന മഹർഷിയാണ്. വിവാഹം വേണ്ടാന്ന് വിചാരിച്ച് ജീവിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്തത് കാളിന്തിയില്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം ഒരു മത്സ്യങ്ങള് ഇണചേരുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി എനിക്കും വിവാഹം കഴിക്കണം. അദ്ദേഹം ഒരു വിവാഹം മോഹിച്ചുള്ളൂ. അങ്ങനെയാണ് മാധാതാവിന്റെ അടുത്ത് വന്നു. മഹാരാജാവേ, എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് മോഹമുണ്ട്. അങ്ങേക്ക് 50 കുട്ടികളില്ലേ, ഏതെങ്കിലും ഒരു കുട്ടിയെ എനിക്ക് തരൂ. മാധാത നോക്കിയപ്പോ ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ വിവാഹം ചെയ്ത് കൊടുക്കുക? കാരണം വിരൂപനാണ്. വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് എത്രയോ കാലമായിട്ട് വെള്ളത്തിൽ കിടന്നേക്കാണ്. താടിയും തലയൊക്കെ നീണ്ട് ജലജന്തുക്കളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാലോ അല്ലെ? ശപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്, എൻ്റെ മക്കളാണ് ഇത് തീരുമാനിക്കുന്നത്. മാന്ധാതാവിന്റെ ഈ ഏർപ്പാട് ഇന്നും എത്രയോ മാന്ധാതാക്കൾ തുറന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? നമുക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് പറയും? കുട്ടികളുടെ ഇഷ്ടമാണ്, അവര് തീരുമാനിക്കട്ടെ. അപ്പൊ അവരെങ്ങനെയായാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. 50 കുട്ടികളും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് സൗഭരി അകത്തേക്ക് പറഞ്ഞയച്ചു. സൗഭരി തിരിച്ചു വരുമ്പോഴോ 50 പെൺകുട്ടികൾ ഇദ്ദേഹത്തിന്റെ കൂടെ. ഇപ്പൊ സൗഭരിയെ കാണാനില്ല. നോക്കിയപ്പോ മനസ്സിലായി ഈ സുന്ദര കുട്ടപ്പനാണ് നമ്മുടെ സൗഭരി. അദ്ദേഹം തന്റെ തപശക്തി കൊണ്ട് അതിസുന്ദരനായിട്ടുള്ള ഒരു യുവാവായി തിരിച്ചു വരുന്നു. അപ്പോ ഈ സുന്ദരനെ കണ്ടപ്പോ നിങ്ങൾക്ക് ആർക്കാണ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന് ചോദിക്കലല്ല, എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? എല്ലാവരെയും സ്വീകരിച്ചു. അങ്ങനെ വിവാഹം വേണ്ടാന്ന് വിചാരിച്ച ആള് 50 വിവാഹം കഴിച്ചു അല്ലേ? തേക്കാത്ത എണ്ണ ധാര എന്ന് പറഞ്ഞ പോലെ അവസാനം അദ്ദേഹത്തിന് 50 വിവാഹം കഴിക്കേണ്ടി വന്നു. ഇതിലാണ് അദ്ദേഹത്തിന് ഓരോ ഭാര്യമാരിലും 100 വീതം പുത്രന്മാരുണ്ടായി. അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇങ്ങനെ ജീവിക്കാനല്ലല്ലോ ഭഗവാൻ ഇങ്ങനെ ഇത്രയും വിശേഷമായിട്ടുള്ള ഒരു ശരീരം നന്നേക്കണത്, ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണെന്ന് മനസ്സിലായി. വിരക്തി വന്ന് അദ്ദേഹം കാട്ടിൽ പോയി പത്നിമാരോടുകൂടി ഭജനം ചെയ്ത് മോക്ഷം പ്രാപിച്ചു. ത്രിശങ്കുവിന്റെ കഥ, ഹരിശ്ചന്ദ്രന്റെ കഥ, അതേപോലെ വിശ്വാമിത്രന്റെ കാരുണ്യം കൊണ്ട് ആ ഹരിശ്ചന്ദ്രന്റെ യാഗത്തിൽ തടവിലാക്കപ്പെട്ട ശുനശേപൻ രക്ഷപ്പെട്ട കഥ പറഞ്ഞു. സഗരൻ എന്ന ചക്രവർത്തി ഗരത്തോടുകൂടി വിഷത്തോടുകൂടി പിറന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സഗരൻ എന്ന് പേര്. അദ്ദേഹത്തിന്റെ മക്കളിലൂടെയാണ് സാഗരമുണ്ടായത്. ഇവരൊക്കെയാണ് പണ്ടൊരിക്കൽ ആ അച്ഛന്റെ യാഗാശ്വത്തെ ആരോ അപഹരിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞ് 10,000 പുത്രന്മാരെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. കപില മഹർഷിയുടെ ആശ്രമത്തിൽ ഈ കുതിരയെ കണ്ടു. കപിലനാണ് ഇതിന്റെ പിന്നിൽ എന്നവർ വിചാരിച്ചു, അത്രേ ഉള്ളൂ. സജ്ജന നിന്ദ ചെയ്തു, അത്രേ വേണ്ടി വന്നുള്ളൂ. കപിലൻ കണ്ണു തുറന്നപ്പോ അവരൊക്കെ ആ നേത്രാഗ്നിയിൽ ഭസ്മമായി മാറി എന്ന് പറയുന്നു. പിന്നീടാണ് ആ 10,000 പേരെയും രക്ഷിക്കാനായി ഭഗീരഥൻ, ആ വംശത്തിലെ ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഭഗീരഥൻ കൊണ്ടുവന്നത് കൊണ്ട് ഭാഗീരഥി എന്ന് പേര്. ഭൂമിയിലൂടെ ഒഴുകുമ്പോ ജഹ്നു മഹർഷിയുടെ ആശ്രമത്തെ വെള്ളത്തിനടിയിലാക്കാൻ നോക്കി. ജഹ്നു തന്റെ തപശക്തി കൊണ്ട് ഈ ഗംഗയെ പാനം ചെയ്തു. പിന്നീട് ഭഗീരഥന്റെ ആഗ്രഹപ്രകാരം ഗംഗയെ ചെവിയിലൂടെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്തു. അങ്ങനെ ആ ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേരുണ്ടായി.
സുദാസന്റെ കഥ. സുദാസനാണ് വസിഷ്ഠ മഹർഷി ഒരിക്കൽ ആ സുദാസൻ കാട്ടിൽ പോയ സമയത്ത് ഒരു രാക്ഷസനെ കൊന്നു. രാക്ഷസൻ എന്ത് ചെയ്തു? രാക്ഷസൻ മരിച്ചപ്പോൾ രാക്ഷസന്റെ അനുജനുണ്ട്, വേറൊരു രാക്ഷസൻ. ഈ കുട്ടി രാക്ഷസൻ വേഷം മാറി ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന് താമസിച്ചു. വസിഷ്ഠൻ ഭക്ഷണത്തിനായിട്ട് വന്നപ്പോ നരമാംസം പാകം ചെയ്തു കൊടുത്തു. വസിഷ്ഠന് കാര്യം മനസ്സിലായി. വസിഷ്ഠൻ പറഞ്ഞു, രാജാവിന്റെ അശ്രദ്ധയാണ് ഇതിന് കാരണം, അതുകൊണ്ട് നീയും എന്തായിട്ട് തീരട്ടെ, രാക്ഷസനായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. 12 വർഷക്കാലം ഗുരുനാഥനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല, എന്റെ തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടുവെങ്കിലും ഫലം ഉണ്ടായില്ല. ആ ഗുരുനാഥനെ ശപിക്കാൻ വെള്ളമെടുത്തത് തൻ്റെ പത്നിയായ മദയന്തിയുടെ നിർദ്ദേശപ്രകാരം ശപിക്കാതെ കാലിലേക്ക് തന്നെ ഒഴിച്ചു. അതേ തുടർന്ന് അദ്ദേഹം കൽമഷപാതൻ എന്ന് പേരുണ്ടായി അദ്ദേഹത്തിന് എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം കാട്ടില് 12 വർഷക്കാലം കഴിഞ്ഞു രാക്ഷസനായി. ഇതിനിടയിൽ ഒരു ബ്രാഹ്മണ കുമാരനെ അദ്ദേഹം വിശപ്പടക്കാനായിട്ട് കൊന്നു തിന്നു. ബ്രാഹ്മണകുമാരി ആവോളം പറഞ്ഞു നോക്കി, അങ്ങ് രാജാവാണെന്നും ശാപം കൊണ്ട് രാക്ഷസനാണെന്നും, അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ കൊല്ലരുത്, എന്നെ വിധവയാക്കരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി. ഫലം ഉണ്ടായില്ല. അവസാനം ആ ബ്രാഹ്മണകുമാരി പറഞ്ഞു, എൻ്റെ പാതിവൃത്യത്തിന് ശക്തിയുണ്ടെങ്കിൽ ഞാനിത് ശപിക്കണു. അങ്ങ് ശാപമോക്ഷം കഴിഞ്ഞ് തിരിച്ചെത്തിയാലും ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാതെ, ഭാര്യയുമായി സംസർഗം ചെയ്യാൻ സാധിക്കാതെ അങ്ങ് നശിക്കട്ടെ. ഇനി എങ്ങാനും ഭാര്യയുമായിട്ട് സ്പർശനമുണ്ടായപ്പോലും അങ്ങയുടെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിച്ചു. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഭാര്യയുമായി സ്പർശസുഖം പോലും സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ അത് അദ്ദേഹത്തിന് വിരക്തിക്ക് കാരണമായി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. ഗുരുനാഥനായ വസിഷ്ഠനോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വംശം നിലനിർത്താൻ കേവലം ഭോഗത്തിന് വേണ്ടിയല്ല, ഇതൊരു ത്യാഗമാണ് എന്നാണ്. എൻ്റെ പത്നിയിൽ അങ്ങ് പുത്രോത്പാദനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠൻ സമ്മതിച്ചു. മദയന്തിയിൽ വസിഷ്ഠൻ ഒരു പുത്രന് ജന്മം കൊടുത്തു എന്നാണ്. പക്ഷേ ഗർഭം ധരിച്ച് കാലം കുറെ കഴിഞ്ഞിട്ടും പ്രസവിക്കണില്ല. വസിഷ്ഠൻ ആലോചിച്ചു, ഇനി എന്താ വഴി? ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് ആ വയറ്റിൽ മെല്ലെ ഒന്നിങ്ങനെ തട്ടി നോക്കി. അപ്പൊ എന്തുണ്ടായി? ആ മദയന്തി പ്രസവിച്ചു. അപ്പോൾ അശ്മം കൊണ്ട് തട്ടിയപ്പോൾ കുട്ടി ഉണ്ടായത് കൊണ്ട് ആ കുട്ടിക്ക് എന്ത് പേര് കൊടുത്തു? അശ്മകൻ എന്ന് പേര് കൊടുത്തു എന്നാണ്. ഇന്നത്തെ കാലത്ത് എന്തൊക്കെ പേര് കൊടുക്കേണ്ടി വരും? കത്രികൻ, കത്രിക എന്നൊക്കെ പേര് കൊടുക്കേണ്ടി വരും. ഏതായാലും ഇങ്ങനെ അശ്മകന്റെ കഥ പറഞ്ഞു. പിന്നീടാണ് രാമായണ കഥ. എത്ര പറഞ്ഞാലും തീരാത്തതാണ് അല്ലേ? ആ രാവണൻ മോഹത്തിന്റെ പ്രതീകമാണെങ്കിൽ രാമൻ ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ജ്ഞാനം കൊണ്ടാണ് മോഹത്തെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. മോഹത്തിന് താഴെ ഉണ്ടാവുന്നത് എന്താ? അതാണ് കാമം. കാമത്തിന്റെ പ്രതീകമാണ് ഇന്ദ്രജിത്ത് എന്നാ പറയാ. കാമത്തെ ഇല്ലാതെയാക്കാൻ എന്ത് വേണം? വൈരാഗ്യം, വിരക്തി വരണം. അതാണ് ലക്ഷ്മണൻ. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്താണ്? ഭക്തി. അതാണ് ജാനകീദേവി, സീതാദേവി എന്ന് പറയുന്നു. ഇങ്ങനെ എത്രയോ എത്രയോ കഥാപാത്രങ്ങളിലൂടെ, എത്രയോ കഥകളിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് കൂടി കാണിച്ചു തരികയാണ്. രാമനെ പോലെയാണോ രാവണനെ പോലെയാണോ അല്ലേ? അതേപോലെ ഭരതൻ, ലക്ഷ്മണൻ തുടങ്ങിയവരുടെ സോദരഭാവം. രാമനെ പോലെ തന്നെ ജ്വലിക്കുന്ന പ്രതീകങ്ങളാണ് ഭരതനും ലക്ഷ്മണനും ഒക്കെ. പിന്നെ ആരോരും അറിയാതെ അന്തഃപുരത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീരത്നമുണ്ട്. ഒരുപക്ഷെ സീതയോളം ഒപ്പത്തിൽ നിൽക്കാൻ സാധിക്കുന്ന ഊർമിള എന്ന ലക്ഷ്മണ പത്നി. പിന്നെ ഭരതൻ മാത്രമല്ല, ഇവിടെ ഭരതനും രാമനും തമ്മിൽ സോദര സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി നിലനിൽക്കുമ്പോൾ ബാലിയും സുഗ്രീവനും സോദരന്മാർ തമ്മിലുള്ള വൈരത്തിന്റെ പ്രതീകമായിട്ട് കാണപ്പെടുന്നു. അതേപോലെ നോക്കൂ, തൻ്റെ രാജ്യം രാമന് സമർപ്പിക്കാൻ ഒരു മടിയും കൂടാതെ അതിന് തയ്യാറായ ആ ഗുഹനെ പോലുള്ള കാട്ടിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് കാര്യമില്ല, വലിയ മനസ്ഥിതിയുള്ള ആളാണ്, സംസ്കാരമുള്ള ആളാണ് ഗുഹൻ എന്ന് മറ്റൊരിടത്ത് കാണിക്കുന്നു. രാവണന് പറ്റിയ അബദ്ധം എന്താണ്? മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിച്ചു എന്നാണ്. അല്ലെങ്കിൽ രാവണൻ മഹാകേമനാണ്, ബ്രാഹ്മണനാണ്, ശിവഭക്തനാണ്, സംഗീതജ്ഞനാണ്, വേദജ്ഞനാണ്,
ശക്തിമാനാണ്, സുവർണ ലങ്കയുടെ അധിപനാണ്, മണ്ഡോദരി എന്ന ശ്രേഷ്ഠയായ ഭാര്യയുടെ പതിയുമാണ്. അതും വലിയ ഭാഗ്യമാണ് അല്ലേ? അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യസ്മരേ നിത്യം സർവപാപ വിനാശനം എന്നാണ്. അപ്പൊ ഈ 5 സ്ത്രീകളെ കാണിക്കുമ്പോൾ അതിൽ 4 പേരും രാമായണത്തിൽ നിന്നാണ് എന്നാണ്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. അപ്പൊ അതിൽ ദ്രൗപദി മാത്രമാണ് മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ പ്രജാധർമ്മം പരിപാലിക്കാൻ ആ പത്നിയെ രാമചന്ദ്രൻ ഉപേക്ഷിക്കണം. അധികാരികൾ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, പ്രജാധർമ്മമാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം. രാജാവ്, ഭർത്താവ് 2 തുലാസിൽ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ രാജാവ് എന്നുള്ള തട്ടാണ് താന്നു നിൽക്കുന്നത്. ഭർത്താവ് കേവലം തൻ്റെ സ്വാർത്ഥത്തിനു വേണ്ടിയല്ല രാമൻ നിന്നത് എന്ന് മറ്റൊരു രീതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വാൽമീകി രക്ഷിച്ചതും സീതാപുത്രന്മാരുണ്ടായതും ഭൂമിജയായ ആ സീതാദേവി ഭൂമിയിലേക്ക് തന്നെ ലയിച്ചു ചേർന്നതും ആയിട്ടുള്ള രംഗങ്ങൾ സീതാപതി സരയുവിൽ ലയിച്ചു ചേർന്നു. ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ഈശ്വരനായിട്ട് കൂടി ആ ലങ്കയിലേക്ക് എത്താൻ വാനരന്മാരുടെ സഹായം തേടി. എന്നാൽ വാനരശ്രേഷ്ഠനായിരിക്കുന്ന ഹനുമാന് രാമചിന്തനം ഒന്നുകൊണ്ട് മാത്രം സേതുബന്ധനം നടത്താതെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിച്ചു എന്നുള്ള കഥ. രാമപുത്രനായ കുശന്റെ വംശത്തെ വർണ്ണിച്ചു. ഈ വംശത്തിൽ മരു എന്ന ഒരു രാജാവുണ്ടായി. മരു ഇന്നും ബദരിയിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. കലിയുഗം കഴിഞ്ഞാൽ സൂര്യ, ചന്ദ്ര, വ്യാഴ ഭാവങ്ങൾ ഒരേ കർക്കിടകം രാശിയിൽ ഒരേ നേർരേഖയിൽ വരുമ്പോൾ കൃതയുഗം ആരംഭിക്കും, അല്ലെങ്കിൽ സത്യയുഗം ആരംഭിക്കും. ആ സമയത്ത് മരുവിലൂടെ ഈ വംശം വീണ്ടും തുടരും എന്ന് പറഞ്ഞു. ജനകരാജകന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. വസിഷ്ഠ ശാപം കൊണ്ട് നിമി ദേഹമില്ലാത്തവനായി പിന്നീട് മനുഷ്യരുടെ ഉന്മീലന നിമീലനങ്ങളിൽ ആ കൺപോളകളിലിരുന്നു. അതേ തുടർന്ന് അതിന് നിമിഷം എന്ന് പേരു വന്നു എന്നും സൂചിപ്പിച്ചു. നിമിയുടെ ദേഹത്തെ മഥനം ചെയ്തപ്പോഴാണ് അതിൽ നിന്നും വിദേഹൻ അല്ലെങ്കിൽ ജനകൻ തുടങ്ങിയ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരമ്പരയുണ്ടായത് എന്ന് പറയുന്നു. അപ്പൊ സീതാദേവിയുടെ അച്ഛനായിരിക്കുന്ന ജനകൻ അതാരാണ്? അത് സീരധ്വജൻ എന്ന ജനകനാണ് എന്ന് ഒക്കെ മറ്റ് പല ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നു. അങ്ങനെ സൂര്യവംശത്തെ അവിടെ സമർപ്പിച്ചു. ചന്ദ്രവംശത്തിൽ ആദ്യം തന്നെ പറഞ്ഞ കഥ എന്താ? വലിയൊരു താരയുദ്ധത്തിന്റെ കഥയാണ്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റാർ വാർ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു യുദ്ധം. ഇവിടുത്തെ താരയുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? കനകം മൂലം, കാമിനി മൂലം. കാമിനിയെ കൊണ്ടാണ്. കാമിനിയുടെ പേരാണ് താര. ആരുടെ ഭാര്യയാണ് താര? ബൃഹസ്പതിയുടെ, ദേവഗുരുവിന്റെ. ചന്ദ്രൻ രാജസൂയാഗമൊക്കെ നടത്തിയപ്പോൾ അഹങ്കാരം വന്നു. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാഴുതാത്ത ഗുരുതൽപകൻ ആയി മാറിയെന്നാണ്. ഗുരുവിന്റെ തൽപ്പത്തെ പ്രാപിച്ചു. അപ്പൊ എന്താ? ഗുരുനാഥന്റെ പത്നിയെ പ്രാപിച്ചു. ചെയ്യരുതാത്തതാണ്. മാതൃസമയായിരിക്കുന്ന ആ ഗുരുപത്നിയെ തൻ്റെ ഭാര്യയാക്കി സ്വീകരിച്ചു. ആ ചന്ദ്രനോട് ബൃഹസ്പതി പലവട്ടം ചോദിച്ചു. ചന്ദ്രൻ കൊടുത്തില്ല, തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് കളമൊരുങ്ങി. അപ്പൊ ചന്ദ്രന്റെ കൂട്ടത്തിൽ അസുരന്മാരൊക്കെ ചേർന്നു. കാരണം എന്താ? ശത്രുവിന്റെ ശത്രു മിത്രം എന്നുണ്ട്. അപ്പൊ ദേവന്മാരുടെ ശത്രുവാണ് ഇപ്പൊ ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ കൂടെ നമുക്ക് നിൽക്കുക എന്ന് പറഞ്ഞ അസുരന്മാരൊരു ഭാഗത്ത്, മറുഭാഗത്ത് ബൃഹസ്പതിയെ രക്ഷിക്കാൻ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സ്ത്രീയെ ചൊല്ലി. അപ്പൊ ഈ താരയെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പോര് ആരംഭിച്ചു എന്ന് പറയുന്നു. അത് തുടങ്ങാൻ ഏകദേശം ഇങ്ങനെ സമയമായപ്പോഴേക്കും ബ്രഹ്മാവ് ഇടപെട്ടു. ചന്ദ്രനോട് പറഞ്ഞു താരയെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ചന്ദ്രൻ താരയെ തിരിച്ചേൽപ്പിച്ചു. പക്ഷെ വേറൊരു പ്രശ്നം അവിടെ എന്താ? താര ഗർഭിണിയാണ്. ബൃഹസ്പതി പറഞ്ഞു ഈ ഗർഭം അലസിപ്പിക്കണം. താര പറഞ്ഞു പറ്റില്ല. വീണ്ടും പ്രശ്നമായി. അവസാനം താര പ്രസവിച്ചു. അതിസുന്ദരനായിട്ടുള്ളൊരു ഉണ്ണി. കണ്ടപ്പോ തന്നെ ബൃഹസ്പതിക്ക് തോന്നി എന്നാൽ എന്റെ മകനായിട്ട് വളർത്താം. താര പറഞ്ഞു അത് പറ്റും തോന്നുന്നില്ല, ചന്ദ്രനാണ് കുഞ്ഞിന്റെ അച്ഛൻ. ബ്രഹ്മാവ് ഇടപെട്ടു. താരയുടെ ആ വാക്കിനെ സ്വീകരിച്ച് ബുധനെ ചന്ദ്രന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ചന്ദ്രന്റെ പുത്രനായ ബുധന്റെ കഥയാണ് നമ്മൾ സൂര്യവംശത്തിൽ ആദ്യം
കേട്ടത് എന്നും പറയും. ബുധപുത്രനായ പുരൂരവസിന് ഉർവശിയോട് മോഹം തോന്നി. ഉർവശിക്ക് പുരൂരവസിനെ ഇഷ്ടമായി. കാരണം എന്താ? മിത്രാവരുണന്മാരുടെ ശാപം കൊണ്ട് കുറെ കാലം ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായിട്ട് കഴിയേണ്ടി വരും എന്ന അവസ്ഥ വന്നപ്പോ ആണ് അവിടെ ഉർവശി നാട്ടിലെ ഈ ഭൂമിയിലേക്ക് വന്ന് പുരൂരവസിനെ വിവാഹം ചെയ്തത്. ചില നിബന്ധനകളോടുകൂടിയാണ് വിവാഹം ചെയ്തത്. എന്തൊക്കെയാ നിബന്ധന? ഒന്ന്, ഞാൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ, വേറെ സാധനങ്ങളൊന്നും തന്നാൽ കഴിക്കില്ല. അപ്പൊ പുരൂരവസ് പറഞ്ഞു, കുഴപ്പമില്ല, നിന്നെ കിട്ടിയാൽ മതി എനിക്ക്. എന്നാൽ വേറൊരു കാര്യം കൂടി പറയാം. അടുത്തതായി എൻ്റെ കൂടെയുള്ള ഈ 2 ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കണം. പുരൂരവസ് പറഞ്ഞു, ശരി, അതും ഞാൻ ഏറ്റു. പിന്നെ അങ്ങയെ ആ കിടപ്പുമുറിയിലല്ലാതെ നഗ്നനായിട്ട് കാണാൻ പാടില്ല. ശരി, അതും സമ്മതിച്ചു. അന്ന് ഉർവശി ആട്ടിൻകുട്ടികളെയും കൊണ്ടാണ് വിവാഹം കഴിക്കാൻ പോയതെങ്കിൽ ഇന്നിപ്പോ എന്താ? ചിലപ്പോൾ പൂച്ചക്കുട്ടികളാവും, ചിലപ്പോൾ പട്ടിക്കുട്ടികളാവും, അല്ലേ? എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും വേണമെങ്കിൽ ഉപേക്ഷിച്ച് വരാൻ പറ്റും, പക്ഷേ ഇതിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ജീവന്റെ ജീവനാണെന്നാണ് പറയണത്. ഉപേക്ഷിക്കണില്ല എന്ന് മാത്രമല്ല, എവിടെ കിടക്കണം എന്നാ പറയണത്? ഒപ്പം കിടത്തണം എന്നാണ്. അതിന് AC ഇല്ലാതെ പറ്റില്ല, അത് നമ്മുടെ കൂടെ നമ്മുടെ ബെഡ്റൂമിൽ വേണം എന്നൊക്കെയാണ് ചില പെൺകുട്ടികളുടെ വാശി. ഏതായാലും പുരൂരവസ് ഉർവശിയുടെ സൗന്ദര്യത്തിൽ മോഹിച്ചതിനൊക്കെ നമ്മൾ പറയാറില്ലേ, യെസ് മൂളി, ശരി ശരി ശരി, ഏറ്റു, ആയിക്കോട്ടെ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ നോക്കിയപ്പോൾ ഉർവശീരഹിതം സ്ഥാനം, ഉർവശി ഇല്ലാത്ത സ്ഥലത്ത് ഒരു രസമില്ല. അപ്പോൾ ഗന്ധർവന്മാരെ വിളിച്ചു, നിങ്ങൾ പോയി എങ്ങനെങ്കിലും ഉർവശി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഗന്ധർവന്മാര് നോക്കി, ഇനിയിപ്പോ എന്താ വഴി? അവരാലോചിച്ചു, ആ പൂച്ചക്കുട്ടിയല്ല ആട്ടിൻകുട്ടികളെ പിടിക്കുകയാണ് നല്ലത് എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു രാത്രി ഇവരെ ആട്ടിൻകുട്ടികളെ മോഷ്ടിച്ചു. അതിന്റെ കരച്ചിൽ കേട്ടു. പാവം പുരൂരവസ് ചാടി എഴുന്നേറ്റു. മേത്ത് വസ്ത്രമൊന്നുമില്ല എന്നുള്ളതൊക്കെ മറന്നു. അവിടെ ഉറയുന്ന വാളിങ്ങോട്ട് വലിച്ചൂരിയെടുത്തു. പുറത്തേക്ക് ചെന്നു. ഗന്ധർവന്മാരുമായി യുദ്ധം ചെയ്തു. അവരെ തോൽപ്പിച്ചോടിച്ചു. 2 കൈയിലും ആട്ടിൻകുട്ടികളെയും പിടിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരണ സമയത്ത് ഗന്ധർവന്മാരൊരു ഫോട്ടോ എടുത്തു എന്നാണ്. എങ്ങനെയാ? ഫ്ലാഷ് മിന്നിച്ചു. മിന്നൽ. ആ മിന്നലിൽ പുരൂരവസിന്റെ കാര്യം കഷ്ടത്തിലായി. പുരൂരവസ് നഗ്നനാണ് എന്ന് ഉർവശി കണ്ടു. ഉർവശി പറഞ്ഞു, ഞാൻ എന്താ പോവുകയാണെന്ന് പറഞ്ഞു. അന്നാണ് അദ്ദേഹം ഉർവശി ഉർവശി എന്ന് പറഞ്ഞ് പാട്ടും പാടി ഈ ലോകം മുഴുവൻ നടന്നത് എന്ന് പറയുന്നു. പിന്നെ അവസാനം ഗന്ധർവന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം അരണിമഥനം ചെയ്ത് ഉർവശിയുടെ ലോകത്തിലേക്ക് പോയി എന്നും പറയുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഉർവശിയിൽ പോലും വിരക്തി തോന്നി. ആ കഥയാണ് ഇനി ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശത്തിൽ ഐളഗീത എന്ന രീതിയിൽ പറഞ്ഞു തരാം. ഐളന്റെ ഗീത. അതിനുശേഷം പിന്നീട് പറഞ്ഞ കഥയാണ് ആ പുരൂരവസിന്റെ പുത്രന്മാരിൽ വിജയന്റെ വംശത്തിൽ ജമദഗ്നിയുടെ പുത്രനായി രാമ ഇത്യഭിവിശ്വത. പരശുരാമന്റെ കഥ കേരളീയർക്ക് പ്രാതസ്മരണീയനാണ് പരശുരാമൻ, അല്ലേ? മഴുവെറിഞ്ഞ് കേരളം നേടിയെന്നും സ്രുവമെറിഞ്ഞ് കേരളം നേടിയെന്നൊക്കെ പലതും പറയാറുണ്ട്. എന്തായാലും കേരളത്തിലുള്ള ആളുകൾ ആ ഭഗവത് സ്വരൂപത്തെ, ആ ചൈതന്യത്തെ ആദരിക്കേണ്ടതാണ്. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി അവതരിച്ച് ഹേഹേ രാജാവായ കാർത്തവീര്യാർജുനനെ നിഗ്രഹിച്ച് ഒടുവിൽ ക്ഷാത്ര ഗർവത്തെ ഇല്ലാതെയാക്കാൻ 21 വട്ടം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ക്ഷത്രിയരെ ഒന്നടങ്കം കൊന്നു തള്ളിയ രാമൻ. അന്ന് രക്ഷപ്പെട്ട ഒരാളുടെ പേരാണ് നാരീകവചൻ എന്ന് പറയുന്നു. എന്താ അത്? ഈ മഹർഷി സാക്ഷാൽ പരശുരാമൻ വന്നപ്പോൾ ഇദ്ദേഹം കുറേ സ്ത്രീകളുടെ ഇടയിൽ പോയി ഇരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ല അത്രേ. അതുകൊണ്ട് അദ്ദേഹത്തിന് നാരീകവചൻ, മൂലകൻ എന്നൊക്കെ പേരുണ്ട്. അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് ക്ഷത്രിയ വംശം നിലനിന്നത് എന്നൊക്കെ പറയുന്നു. ആ വംശത്തിൽ, ആയുസിന്റെ വംശത്തിൽ അളർക്കൻ എന്നൊരു രാജാവ്, പിന്നെ രജി എന്നൊരു പുത്രൻ. ആ രജിക്കാണ് ദേവേന്ദ്രൻ സിംഹാസനം കൊടുത്തു, സ്വർഗത്തിന്റെ സിംഹാസനം. രജി അവിടെ ഇങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കണു. രജി അതിനിടയിൽ സിദ്ധി കൂടി. രജിപുത്രന്മാര് പറഞ്ഞു, അച്ഛൻ മരിച്ചപ്പോ ഇനി ഞങ്ങൾക്കാണ് അധികാരം എന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ പറഞ്ഞു, കുറച്ചു കാലത്തേക്കേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും അവിടെ ആ പ്രശ്നമായി. അവസാനം ദേവേന്ദ്രൻ ആഭിചാരം നടത്തി രജിപുത്രന്മാരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു. പിന്നീട് നഹുഷപുത്രനായ യതി, യയാതി, ആയാതി, സയ്യാതി തുടങ്ങിയവരുടെ കഥ പറഞ്ഞപ്പോഴാണ് യയാതിയുടെ കഥ വിസ്തരിച്ച് പറഞ്ഞത്. ദേവയാനിയെ രക്ഷിക്കാൻ പോയ
യയാതി. എന്നിട്ട് എന്തുണ്ടായി? ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. കാട്ടിലൂടെ കുതിരപ്പുറത്ത് പോണ സമയത്താണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരച്ചിൽ കേട്ടത്. എന്നാൽ രക്ഷിച്ചേക്കാന്ന് വിചാരിച്ചു. ചെന്ന് നോക്കുമ്പോൾ അല്പവസ്ത്രധാരിണിയായ ഒരു പെൺകുട്ടി ഒരു പൊട്ടക്കണ്ടിൽ കിടക്കണു. അപ്പൊ വേഗം തൻ്റെ ആ ഉത്തരീയം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആ ഉത്തരീയത്തിൽ പിടിച്ച് കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറി മുകളിലേക്ക് എത്തിയപ്പോ കൈ പിടിച്ച് ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു, വളരെ സന്തോഷമായി, നമ്മൾ തമ്മിലുള്ള വിവാഹം ദാ സൂര്യന്റെ സാന്നിധ്യത്തിൽ, നിത്യസാക്ഷിയായ സൂര്യന്റെ സാന്നിധ്യത്തിൽ നടന്നേക്കുന്നു. യയാതി ചോദിച്ചു, ഞാനൊരു പെൺകുട്ടിയെ സഹായിക്കാൻ പുറപ്പെട്ടു, അത്രേ ഉണ്ടായുള്ളൂ, എന്തിനകത്ത് ഞാൻ വിവാഹം ചെയ്തു എന്ന് പറയണത്? നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയാണ് എന്ന് പറയുന്നു. ഊർജസ്വതിയാണ് എൻ്റെ അമ്മ. പ്രിയവ്രതന്റെ കഥ പറയുമ്പോൾ നമ്മളതൊക്കെ കേൾക്കും. പ്രിയവ്രതന്റെ പുത്രിയാണ് ഊർജസ്വതി. ഊർജസ്വതിയാണ് ദേവയാനിയുടെ അമ്മ, അല്ലെങ്കിൽ ശുക്രാചാര്യരുടെ പത്നി. ഏതായാലും അപ്പൊ പറഞ്ഞു, ദേവി അപ്പൊ ബ്രാഹ്മണകുമാരിയല്ലേ, ഞാൻ ക്ഷത്രിയനാണല്ലോ, നമ്മുടെ വിവാഹം പ്രതിലോമമാവില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ശിഷ്യൻ കചൻ എന്നെ ശപിച്ചിട്ടുണ്ട്, എനിക്ക് ബ്രാഹ്മണരാരും പുത്രരായിട്ട് ഭർത്താവായിട്ട് വരില്ല, അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണം. അപ്പൊ ചോദിച്ചു, നീ എങ്ങനെയായി പൊട്ടക്കിണറ്റിൽ വീണത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി എന്നൊക്കെ പറയാം, വൃഷപർവാവ്, അസുരരാജാവായ വൃഷപർവാവിന്റെ മകൾ ശർമ്മിഷ്ഠയാണ് എന്നെ ഇതിലേക്ക് തള്ളിയിട്ടത്. അപ്പൊ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് യയാതിയുടെ കയ്യും പിടിച്ച് കുതിരപ്പുറത്ത് കയറി ദേവയാനി ശുക്രാചാര്യരുടെ അടുത്തെത്തി. ശുക്രാചാര്യർ നോക്കുമ്പോ അങ്ങോട്ട് പോയ പോലെയല്ല, അങ്ങോട്ട് കൂട്ടുകാരിയുടെ കൂടെയാണ് പോയത്. ഇപ്പൊ ഒരു കൂട്ടുകാരനെയും കൊണ്ടുവരുന്നുണ്ട്. ഇതെന്താന്ന് ചോദിച്ചപ്പോ കഥകളൊക്കെ പറഞ്ഞു, കൂട്ടുകാരി എന്നെ കിണറ്റിൽ തള്ളിയിട്ടു. അപ്പോ അച്ഛൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം, യയാതിയുടെ കൂടെ താമസിക്കാം എന്ന് തീർച്ചപ്പെടുത്തി. വൃഷപർവാവ് വിവരം അറിഞ്ഞ് ഓടി വന്നു, ഗുരുനാഥ അവിടുന്ന് പോകരുത്, അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെ രക്ഷയുള്ളത്? അപ്പൊ പറഞ്ഞു, നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, പക്ഷേ നിന്റെ മകൾ എൻ്റെ മകളെ ശിക്ഷിക്കാനാണ് പുറപ്പെട്ടത്, അതുകൊണ്ട് മകളെ കൊണ്ടുവരാൻ പറഞ്ഞു. ശർമ്മിഷ്ഠ വന്നു, തലയും താഴ്ത്തി നിന്നു. എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാർ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, എങ്കിൽ എൻ്റെ ആ ദാസിയായിട്ട് എൻ്റെ കൂടെ വരിക, ജീവിതകാലം മുഴുവൻ കന്യകയായി നിലനിൽക്കണം എന്ന മോഹത്തോടു കൂടി ദേവയാനി അങ്ങനെ പറഞ്ഞുവെങ്കിലും നമ്മൾ പറയാറില്ലേ, പ്രസവം എടുക്കാൻ പോയ വയറ്റാട്ടി ഇരട്ട വിട്ടു എന്ന് പറഞ്ഞതുപോലെയായി കാര്യം. അവിടെ ദേവയാനിക്ക് 2 മക്കളുണ്ടായപ്പോ, യദു തുടങ്ങിയ 2 മക്കളുണ്ടായപ്പോ ഇവിടെ 3 മക്കളുണ്ടായി ശർമ്മിഷ്ഠയ്ക്ക്. യയാതിരിവ ധാർമ്മിക എന്നാണ് ഭാഗവതം പറയുക. കാരണം ആ യൗവനത്തിലേക്ക് കടന്ന രജസ്വലയായ ഒരു പെൺകുട്ടി ആ പുത്രാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവളെ സ്വീകരിക്കണം എന്നുള്ളതാണ് യയാതിയുടെ ധാർമ്മിക ബോധത്തിന് കാരണമായിട്ട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും ഇതില് ദേവയാനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഉടനെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തി, അച്ഛാ എന്നെ ചതിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശരി എന്താ ഉണ്ടായത് വെച്ചപ്പോ കഥകളൊക്കെ പറഞ്ഞു. എങ്കിൽ അയാളുടെ യൗവനമാണ് ഇതിനൊക്കെ കാരണം, അതുകൊണ്ട് അയാൾക്ക് യൗവനമില്ലാതെയായി പോട്ടെ, വാർദ്ധക്യം വരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പോഴാണ് ദേവയാനിക്ക് അപകടം മനസ്സിലായത്. ശർമ്മിഷ്ഠയെ ശപിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ശപിച്ചതാരെ? തൻ്റെ ഭർത്താവിനെ തന്നെ. അപ്പോ തൻ്റെ ഭർത്താവ് വേറൊരാളെ സ്വീകരിച്ചു എന്ന് തന്നെയല്ല, തൻ്റെ ഭർത്താവിനെ തനിക്ക് ഉപേക്ഷിക്കേണ്ടിയും വരും, ഇങ്ങനെ ഒരു വയസ്സൻ. അപ്പോ അച്ഛനോട് ചോദിച്ചു, ഇനി എന്താ വഴി എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, 5 മക്കളില്ലേ, യദു, തുർവസു, ദ്രുഹ്യു, അനു, പൂരു എന്നിങ്ങനെയുള്ളവരൊക്കെ, അതിൽ ആരെങ്കിലും ഒരാള് യൗവനം കൊടുത്താൽ വാർദ്ധക്യം അങ്ങോട്ട് കൊടുക്കുക, ഉടുപ്പ് മാറുന്നത് പോലെ മാറ്റാൻ പറ്റും, അതിനുള്ള അനുഗ്രഹം ഞാൻ തരാം. കുട്ടികളെ വിളിച്ചപ്പോൾ കുട്ടികൾ കൂട്ടാക്കുണ്ടോ? യദു അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞു, ആ ഏർപ്പാടെ പറ്റില്ല, ഞങ്ങളുടെ യൗവനം ഞങ്ങൾക്ക് വേണം, അച്ഛൻ ഇത്രയും കാലം സുഖിച്ചതല്ലേ, ഇനി ഞങ്ങൾ കുറച്ചു കാലം അങ്ങനെ നടക്കട്ടെ. നോക്കി 4 പേരും സമ്മതിച്ചില്ല. എങ്കിൽ അവസാനത്തെ കയ്യ് എന്നുള്ള രീതിയിൽ ഏറ്റവും താഴെയുള്ള ആ പൂരുവിനോട് ചോദിച്ചു. അയാൾ വളരെ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. അങ്ങനെ ആ യൗവനം അങ്ങോട്ട് കൊടുത്തു. അതേപോലെ പൂരു അച്ഛൻ്റെ വാർദ്ധക്യത്തെ സ്വീകരിക്കുകയും ചെയ്തു. കുറേ കാലം അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഇതൊരിക്കലും തീരുന്ന മോഹമല്ല, തീ കെടുത്താൻ അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ്. വിഷയങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു വൈരാഗ്യം നേടാൻ സാധിക്കില്ല. മകനെ വിളിച്ചു, നീ തന്നെ യൗവനം എടുത്തോളൂ, അതേപോലെ നിനക്ക് രാജ്യാധികാരം ഞാൻ തരികയാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. മറ്റൊന്നു കൂടി ചെയ്തു. മറ്റ് 4 പേർക്കും ഇനി
ആ രാജകീയമായ അടയാളങ്ങൾ ഛത്രചാമരാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ശാപം കൂടി കൊടുത്തു. അങ്ങനെയാണ് ഭഗവാന്റെ യാദവ കുലത്തിന് കൂടി അങ്ങനെ ഒരു ശാപം ഉണ്ടായത് എന്നും പറയുന്നു. പിന്നെ ദുഷ്യന്തന്റെ കഥ, ശകുന്തളയുടെ കഥ, അവരുടെ പുത്രനായ വീരഭരതന്റെ കഥയും പറഞ്ഞു. ദുഷ്യന്തന്റെ കഥ നമ്മൾ അഭിജ്ഞാന ശാകുന്തളത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭാഗവതം ഇവിടെ അവരുടെ പുത്രനായ ഭരതന്റെ കഥയാണ് പറയുന്നത്. ഭരതൻ മഹാവീരനാണ്, കേമനാണ്. പക്ഷേ അദ്ദേഹത്തിന് ചെറിയൊരു കുഴപ്പമുണ്ടെന്നാണ്. എന്താ കുഴപ്പം? തമാശ പറയാൻ അറിയില്ല, അല്ലെങ്കിൽ തമാശ പറഞ്ഞിട്ടില്ല എന്നേ വരെ. രാജാവ് തമാശ പറഞ്ഞില്ലെങ്കിൽ രസമില്ല അല്ലേ? ആളുകളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഭരതൻ വിചാരിച്ചു എന്നൊരു തമാശ പറഞ്ഞേക്കാം. നമ്മൾ പറയാറില്ലേ, ആദ്യത്തെ അവസാനത്തെയും തമാശയാണത്. കാരണം എന്താന്ന് വെച്ചാൽ, എന്താ തമാശ പറഞ്ഞത്? ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു വരുത്തി. രാജാവ് തമാശ പറയാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും കേൾക്കണം, എല്ലാവരും ചിരിക്കണം. എല്ലാവരും ചിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. മന്ത്രിമാരൊക്കെ പ്രത്യേക ശട്ടം കിട്ടി. രാജാവ് തമാശ പറഞ്ഞാൽ എല്ലാവരും ഉറക്കെ ചിരിച്ചോളണം. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചു. ഭാര്യമാരെടുത്തിട്ട് ഒരു കണ്ണാടി കയ്യിലെടുത്തിട്ട് തൻ്റെ മുഖം ഒന്നിങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി, വീണ്ടും തൻ്റെ മുഖം നോക്കി, കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. ഭാര്യമാർ ഇത് എന്താണ് അവയിൽ തമാശ പറയാൻ പോണതെന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ പറയാണ്, ഈ കുട്ടികൾക്കൊന്നും എൻ്റെ ഛായയില്ല എന്ന് പറഞ്ഞു. നല്ല തമാശയായില്ലേ? കേൾക്കണ ആളുകൾക്കൊക്കെ ചിരിക്കാം. ചിരി വരാതിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ആകെ വിഷമായി. അവരാലോചിച്ചു, ഇനിയിപ്പോ നമ്മുടെ ഈ കുട്ടികളെയൊക്കെ നമ്മുടെ ചാരിത്രത്തെ സംശയിക്കുകയാണല്ലോ, നമുക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടികളെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക എന്ന് തീർച്ചപ്പെടുത്തി. അവരെ മുഴുവൻ കൊന്നു എന്നാണ്. അങ്ങനെ ആ വംശം വിദഗ്ധമായി, നഷ്ടമായി. പിന്നീട് മറ്റൊരു കുഞ്ഞിനെ ദത്തെടുത്തു. ആ ഭരദ്വാജന്റെ പുത്രനെ ദത്തെടുത്തു. ആ വംശം വിദഗ്ധ വംശം, നഷ്ടവംശം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ രന്തിദേവന്റെ കഥ. തനിക്കുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് സമർപ്പിച്ച് ഏകദേശം 48 ദിവസം ഒന്നും കഴിക്കാതെ ആ പരിപൂർണമായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവകാരുണ്യം ചെയ്ത രാജാവാണ് രന്തിദേവൻ. അപ്പൊ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പുറപ്പെടുമ്പോൾ ഓരോരുത്തർ വരികയാണ്. ആദ്യം ഒരു ബ്രാഹ്മണൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ നായ്ക്കളുമായിട്ടൊരാൾ വന്നു. പിന്നെ ഒരു ചണ്ടാളൻ വന്നു. ഇവർക്കൊക്കെ തനിക്കുള്ളത് മുഴുവൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യത്തിൽ സന്തോഷിച്ച ആ 3 പേരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി ദർശനം കൊടുത്തു, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നും പറയുന്നു. പാഞ്ചാല രാജാവിൻ്റെയും ജരാസന്ധന്റെയും ഒക്കെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ശന്തനുപുത്രനായിരിക്കുന്ന ഭീഷ്മരുടെ കഥ. ജരാസന്ധന്റെ കഥ എന്താ? അച്ഛനായ ബൃഹദ്രഥന് ഒരു പഴം കിട്ടി. ഭാര്യയ്ക്ക് കൊടുത്തോളൂ, അങ്ങേക്ക് പുത്രനുണ്ടാവുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ 2 ഭാര്യമാരുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുക? പഴം ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം നെടുക ഇങ്ങനെ പിളർന്നു എന്നാണ്. സാധാരണയൊക്കെ നമ്മൾ പഴം മുറിക്കൽ ഇങ്ങനെയാണ് മുറിക്കാറ്. ഇത് ഇങ്ങനെ അല്ലെ, പഴംപൊരി ഉണ്ടാക്കണ പോലെ പഴം മുറിച്ചിട്ട് 2 പേർക്കും കൊടുത്തു. 2 പേരും കഴിച്ചു. കുട്ടികളുണ്ടായി. കുട്ടികളെ മുഴുവൻ ഉണ്ടായെന്ന് ഇഷ്ടമില്ല. ഒരു പകുതിയിൽ നിന്നൊരു പകുതി പുത്രൻ ഉണ്ടായി, മറ്റേ പകുതിയിൽ നിന്ന് മറ്റൊരു പകുതി പുത്രനുണ്ടായി. അങ്ങനെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടായത്. ഇതൊരിക്കലും ചേരില്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് പുറത്തേക്ക് വലിച്ചു പറഞ്ഞു. അവിടെ ഒരു കാട്ടാള സ്ത്രീ വന്ന് നോക്കിയപ്പോ ഇതിനെ ചേർക്കാൻ തനിക്ക് പറ്റും, ചില കാട്ടാളന്മാർക്കാണ് ഇതൊക്കെ പറ്റുക. അപ്പൊ കാട്ടാള സ്ത്രീ 2 കൂടി ചേർത്ത് വെച്ചപ്പോ ഇടതും വലതും ഒന്നായി ജരാസന്ധൻ ഉണ്ടായി. ജരയാൽ സന്ധിക്കപ്പെട്ടത് കൊണ്ട് ജരാസന്ധൻ എന്ന് പറയുന്നു. പിന്നെ ശന്തനുവിന്റെ പുത്രനായിരിക്കുന്ന ഭീഷ്മര്, ശന്തനുവിന് ദാശകന്യകയിൽ ഉണ്ടായ 2 പുത്രന്മാര്, അതാണ് വിചിത്രവീര്യൻ, ചിത്രാംഗതൻ എന്നിവര്, അംബിക എന്നിവരുടെ കഥ. അവരിൽ പുത്രോത്പാദനം ചെയ്ത വ്യാസന്റെ കഥ. വ്യാസപുത്രനായി അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും ഉണ്ടായി. മറ്റൊരു ദാസി പെണ്ണിൽ ധർമാത്മാവായി വിതുരനുണ്ടായി എന്നും അവിടെ സൂചിപ്പിച്ചു. പാണ്ഡുവിന്റെ മക്കള് പാണ്ഡവര്, ധൃതരാഷ്ട്രരുടെ മക്കള് കൗരവര്. ഉത്തരാപുത്രനായിരിക്കുന്ന ആ പരീക്ഷത്തിന്റെ കഥ പരീക്ഷത്തിന്റെ മുമ്പിൽ പറഞ്ഞു നിർത്തി ശ്രീശബ്രഹ്മർഷി. ഭംഗിയായി ഇങ്ങനെ കൊണ്ടുപോയി പരീക്ഷത്തിലേക്ക് തന്നെ എത്തിച്ചു. യദുവംശത്തിന്റെ ആ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു. കാരണം എന്താ? യദുവംശം ശ്രീകൃഷ്ണനാലെ അതീവ പുണ്യമാണ്. ശൂരന്മാര്, മാഗധന്മാര്, വൃഷ്ണികൾ ഇവരൊക്കെ ഉണ്ടായ കഥ. ഉഗ്രസേനന്റെ പുത്രൻ കംസൻ, ശൂരസേനായിരിക്കുന്ന വസുദേവർക്ക് പൗരവി, രോഹിണി, ഭദ്ര, മധുര
ലോചന, ഇള, ദേവകി എന്നിങ്ങനെ 7 ഭാര്യമാരുണ്ടായിരുന്നു. ദേവകിക്ക് 8 പുത്രന്മാരും 1 പുത്രിയുമുണ്ടായി. അങ്ങയുടെ മുത്തശ്ശിയായ സുഭദ്ര എന്ന് പറയുന്നു. കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാവനേത കണയാൽ കാൽപാദം മിണ്ടനാൾ വരെ കണ്ണൻ കമലപത്രാക്ഷൻ ആടിയ മനോഹരമായ ലീലകളെ നവമസ്കന്ധത്തിന്റെ അവസാനത്തിൽ ശിശുബ്രഹ്മർഷി ചുരുക്കി പറഞ്ഞു. എന്തിനങ്ങനെ ചുരുക്കി പറയുന്നത്? ശിശുബ്രഹ്മർഷിയുടെ ഒരു രീതി തന്നെയാണത്. എന്തിനു വേണ്ടിയിട്ടാണ്? ചുരുക്കി പറയുമ്പോൾ ശ്രോതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ വിസ്തരിച്ചു പറയാന്നാണ്, അല്ലെങ്കിൽ അതൊക്കെ മതി. അപ്പോ പരീക്ഷിത്ത് പറഞ്ഞു, വധവിസ്തരാൽ, വിസ്തരിച്ചു പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ വളരെ വിസ്തരിച്ച് കൃഷ്ണാവതാര കഥ, നിരോധം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന കൃഷ്ണാവതാര കഥ അവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ 2 അധ്യായങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യും. അതിനുശേഷം നമുക്ക് 3-ാമത്തെ അധ്യായം കൃഷ്ണാവതാരത്തിലേക്ക് എത്തിച്ചേരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അല്ലേ, 2 വായിച്ചോളൂ.